നമസ്തേ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും ഇരുന്ന് കാണണം. ഞാൻ നിങ്ങളടുത്ത് ആദ്യം പറഞ്ഞായിരുന്നു ചെറവറാന്ന് ഞാൻ എന്താ പറയുക രേണുസുതിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല. എന്തെങ്കിലും ടോപ്പിക്ക് കണ്ടൻറ്റ് വരട്ട് ഞാൻ അപ്പോൾ ചെയ്യാമെന്ന്. അപ്പോൾ ഫൈനലി എനിക്കൊരു ചെറിയൊരു കണ്ടൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ഒരു യൂട്യൂബർ അല്ലെങ്കിൽ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബർ സന്ദീപ് അറസ്റ്റിലായതും രാത്രി തന്നെ, അതായത് വെളുപ്പാങ്കാലമായപ്പോഴത്തേക്കിന് സ്റ്റേഷൻ ജാമ്യത്തിൽ അവിടുന്ന് വിട്ടയക്കപ്പെട്ടതും പിന്നെ അതിനോടനുബന്ധിച്ച് ഇപ്പോഴും വീഡിയോകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ 2 മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പം പുള്ളി തിരിച്ചു വരുന്ന വഴിക്ക് ലൈവ് ഇട്ടു, ഇപ്പോഴും വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അറിവിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, എൻ്റെ അറിവിൽ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ബന്ധുക്കൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, എന്തിനു പറഞ്ഞ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ആണ്. പക്ഷേ ഒരാളുടെ മരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആരാണോ പെണ്ണാണോ ആരായാലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ആര് മരിച്ചാലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടും. നാളെ ഇപ്പം ഞാൻ മരിച്ചാലും അത് എനിക്ക് ഫേസ്ബുക്കിലിടത്തോളം കാലം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലിടത്തോളം കാലം അവിടെയും വരും, ഇന്ന വ്യക്തി മരണപ്പെട്ടു. ആ ഒരു മരണം അത് എത്ര നാൾ ഓടും? ഒരു സോഷ്യൽ മീഡിയ എത്ര നാളോടും? മാക്സിമം ഒരു 3 മാസം. അതിനപ്പുറം നമ്മളതൊക്കെ മറക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് വലിച്ചു നീട്ടി അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അതിന് നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഇന്ന് കുറച്ച് ലെന്തി കൂടിയും. അപ്പോൾ നിങ്ങളിരുന്ന് ക്ഷമയോട് കാണണം, ചിന്തിക്കണം, മറുപടി തരണം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 കൊല്ലം മുമ്പേ നമ്മുടെ ഒരു യാത്രാമധ്യേ, അതായത് ഒരു ടിപ്പർ ലോറി കർണാടകയിലേക്ക് എൻ്റർ ചെയ്യുന്ന നമ്മുടെ കേരള ബോർഡർ ശേഷം തന്നെ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ ഒരു ലോറി ഒഴുകി നദിയിൽ പെടുകയും നമ്മുടെ ഒരു സഹോദരൻ അതിൽ മരിക്കുകയും ചെയ്തു അല്ലേ. കുറേ ആഴ്ചകളോളം തന്നെ ആ തെരച്ചിൽ നടത്തി. നമുക്ക് ഇന്ന് വരെയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താനോ ഒന്നും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആണ്ടായപ്പോൾ എല്ലാവരും ഓർത്തു. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ ഒരിക്കലും അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ന്യൂസോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു കോൺട്രവേഴ്സിയോ ഒരു വർത്തമാനമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ചൂരൽമല, അവിടുത്തെ നമ്മുടെ ഉരുൾപൊട്ടൽ, അവിടെ എത്രയോ ജനങ്ങൾ മരിക്കുന്നു. അതിനും ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു വാർത്തയായി മാറാനും സംസാരിക്കാനും ഒക്കെ. റീസെൻ്റായിട്ട് 40 വീട് അവിടെ ഉദ്ഘാടനം നടത്തി. അപ്പോൾ അന്നേരം ഒരു സംസാരമുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും സ്വാഭാവികം ബാക്ക് ടു നോർമൽ അല്ലേ. അത് കഴിഞ്ഞിട്ടൊരു താത്തക്കുട്ടി നമ്മുടെ ബസ്സിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു. അവസാനം സന്ദീപ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി ആത്മഹത്യ ചെയ്തു. അതും എത്ര നാളുണ്ടായിരുന്നു? അതും കുറച്ച് നാൾ. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്ര റെക്കോർഡിക്കലായിട്ട് ഒരാളുടെ മരണം വലിച്ച് നീട്ടുക എന്ന് പറഞ്ഞാൽ 3 വർഷമായി ഇതുവരെ തീരുന്നില്ല. അതായത് ആ വ്യക്തിനെ ഒരു കാലത്തും ആൾക്കാർ മറക്കുന്നില്ല, അല്ലെങ്കിൽ ഡെയിലി ആ വ്യക്തിനെ ഓർക്കുകയും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തെ തുടർന്ന് ഇന്നും ഈ നിമിഷവും 3 വർഷമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പമ്പരം കണക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഞാനിരുന്ന് വല്ലാതെ ആലോചിച്ച് പോയി കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ നമ്മൾ ഇത്രയും കൊണ്ടാടിക്കൊണ്ട് ആഘോഷിച്ച് നടക്കുന്ന ഒരുപാട് ആക്ടിങ് ഫീൽഡിൽ തന്നെ, അതായത് ലാലേട്ടനായിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ വിജയദളപതി CM ആയിക്കോട്ടെ, ആര് മരിച്ചാലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മളത് കൊണ്ടുപോകില്ല. ഞാനൊക്കെ മരിച്ചാൽ ഒരു ദിവസം അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പിന്നെയും എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അതിനെ എഫക്റ്റ് ചെയ്യും, വിഷമിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മ, അങ്ങനെയുള്ളവർ. 1 കൊല്ലം കഴിയുമ്പോൾ അവരും എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരും ജീവിക്കാൻ പഠിക്കും. പക്ഷേ ഇന്ന് കൊല്ലം സുധി, ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറയാൻ വന്നത്. കൊല്ലം സുധി 2023 ജൂൺ 5-ാം തീയതി ആക്സിഡൻറ്റിൽ മരിക്കുന്നതാണ്. നിങ്ങളെല്ലാം ഓർത്തോണം. 3 വർഷം തികഞ്ഞ്, ജൂലൈ ഓഗസ്റ്റ് ആവുന്നു. ഇപ്പം 3 വർഷം കഴിഞ്ഞ് 1 മാസവും 1.5 മാസത്തോളമായിരിക്കുന്നു. ആ മനുഷ്യൻ ഇന്ന് ആത്മാവായി നമ്മുടെ ഇടയിലെല്ലാം ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണാവോ മരിച്ചതെന്ന്. സത്യമായും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മരണം അവിടെ തുടങ്ങിയ ഒരു ഒഴുക്കാണ്. എൻ്റെ പൊന്നെ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ
അതിൻ്റെ അടിയൊഴുക്ക് പോലും നിലയ്ക്കാൻ ഏകദേശം മാസം കൂടി തീരും. ഇത് അതിലും കഷ്ടമാണ്. ഇന്നും നിലയ്ക്കാതുള്ള പോക്കാണ്. അദ്ദേഹത്തിൻ്റെ മരണം അവിടെ തുടങ്ങി ഇന്ന് സന്ദീപിൻ്റെ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം മരിച്ചു. സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം അനാഥമായത് 2 കുട്ടികളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കേണ്ട 2 കുട്ടികൾ അനാഥമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അനാഥത്വം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പറയുന്നു, അച്ഛൻ അമ്മ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹം അതനുഭവിച്ച് വളരുന്ന മക്കളെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭാഗ്യമാണ് കേട്ടോ. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണെന്ന് തന്നെ ഞാൻ പറയും. ആ ക്രൂരതയ്ക്ക് ഇരയായവരാണ് കിച്ചുവും അതുപോലെ ഋതപ്പനും. അദ്ദേഹം മരിക്കുന്നു, കിച്ചുവിനെ ഫ്ലവേഴ്സ് ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു, നമ്മുടെ രേണുവിനെ ജോലി ഓഫർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ കേരള ജനതകൾ ഉൾപ്പെടെ മൊത്തം ആൾക്കാരും എല്ലാവരും നല്ലതുപോലെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തല്ല സ്വാഗതം ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ അവിടുന്നാണ് ട്വിസ്റ്റ് വരുന്നത്. എങ്ങനെ എന്തെന്ന് സത്യം പറഞ്ഞാൽ ഇന്നും പലർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ആ ജോലി അവിടെ നിന്ന് വേണ്ട എന്ന് വെച്ച് രേണു ഇറങ്ങിയിടുന്നത് എങ്ങോട്ടാണ്? ആക്ടിങ് ഫീൽഡിലേക്ക്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? രേണു ഏത് ഫീൽഡ്, കാരണം ഒരുപാട് പേര് ഇന്നും ആൽബം ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നവരുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അഭിനയിച്ച്, എത്ര രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ സീരിയൽ ആക്ടർ അമൃതയുടെ അമ്മ വരെ ഷോർട്ട് ഫിലിമിൽ അമ്മ വേഷം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നു. ഞാൻ അവരുടെ സ്റ്റോറി എപ്പോഴും വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ ഒരു ആർക്കെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൗമുദിക്കാരുടെയൊക്കെ ആ ഷോർട്ട് ഫിലിം അവരുടെ ഓരോ ദിവസവും പുതിയ പുതിയ ഷോർട്ട് ഫിലിമിന് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് കാണാറുണ്ട്. അങ്ങനെ അതൊക്കെ കാണുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ആ സ്ഥാനത്ത് രേണു ചെന്ന് എത്തിപ്പെട്ടത് ഒരു വലിയൊരു എന്താ പറയുക, പടുകുഴിയിലോട്ടായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. അവിടെ ചെന്നെത്തിയ ശേഷം പിന്നീട് രേണു സുധിക്കുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റായി മാറി. ധിക്കാരി, അഹങ്കാരി, തെമ്മാടി, ഒരു എന്താ പറയുക, പല പല വാക്കുകൾ, വട, അങ്ങനെ എന്തൊക്കെയാണാവോ. അവസാനം കള്ളക്കടത്തുകാരിയായി, കള്ളുകുടിയായി, കഞ്ചാവടിയായി, മയക്കുമരുന്നെടുക്കും, സെക്സ് റാക്കറ്റിൽ പോലും എത്തിപ്പെട്ടു എന്ന് വരെയായി കാര്യങ്ങൾ അല്ലേ? പിന്നെ എന്താ, ഈ സ്വർണം കടത്തുന്നു, സ്വർണം എങ്ങനെ കടത്തുന്നു, പ്രൈവറ്റ് പാർട്ടുകളിലൊക്കെ തിരികെ വെച്ചിട്ടാണ്. അങ്ങനെ എത്ര കഥകളാണ് നമ്മൾ കേട്ടതല്ലേ? രേണു സുധിയുടെ ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴും പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ രേണു സുധിയോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് ആ സ്ത്രീയെ കണ്ടുകൂടാ എന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരെ സുധിച്ചേട്ടൻ മരിക്കുന്നത് 6 വർഷമായില്ലേ, അത് 2020 22 എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ, അതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പെണ്ണത് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു പോയൊരു സിറ്റുവേഷൻ വന്നത്. ബാക്കിയൊക്കെ ഞാൻ ഓക്കെ ആക്സെപ്റ്റ് ആണ്, പറഞ്ഞ പുള്ളിക്കാരിക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് വിചാരിക്കും. പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ മരണം ഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സ്ത്രീക്കും ഭർത്താവിൻ്റെ മരണം, മക്കളുടെ ജനനം ഒരിക്കലും മറന്നു പോകുന്ന ഒന്നല്ല. ബാക്കി എന്തൊക്കെ മറന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ പുള്ളിക്കാരിയെ വളച്ചൊടിച്ച് പറഞ്ഞത് കേട്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊച്ചെങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പം അതിനുശേഷമാണ് ഞാൻ പോലും വിമർശിച്ച് വീഡിയോ ഇട്ട് തുടങ്ങിയത് പോലും, ഈ പോക്ക് ശരിയല്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അവളെ മാത്രമാണ്. അതിനിടയ്ക്ക് കിച്ചു രേണുവായിട്ട് തെറ്റിപ്പിരിക്കുന്നു. കിച്ചു സ്വന്തമായിട്ട് ബ്രാൻഡ് ആന നല്ല കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ്റെ ടീഷർട്ട് വാങ്ങിയിട്ട് ഒത്തിരി പേര് വീഡിയോസിൻ്റെയും കമൻറ്റും അതുപോലെ തന്നെ ഒക്കെ കാണിച്ചു. അവരൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി ബെറ്ററാണ്, നിങ്ങൾ മാക്സിമം എല്ലാവരും ഇത് വാങ്ങിക്കണമെന്നൊക്കെ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ കൊച്ചു ഒരു പടി മുന്നോട്ട് വരുന്നു. അപ്പോൾ അവൻ ഓൾറെഡി അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കിച്ചു നീ അടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിപതറിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിയായിട്ട് വരുമ്പോൾ അതും സഹി കിട്ടും. എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭീഷണി കേട്ടിരിക്കുന്നത്. അങ്ങനെ ആ കൊച്ചു എന്ത് ചെയ്തു, തൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവളും ആ പയ്യൻ വന്ന് പറഞ്ഞു. ഇത് കേട്ട അവൾക്കൊരിക്കലും അത് സഹിക്കും, അവൾ അതിനപ്പുറം അങ്ങനെ ഒരു അട്ടിപ്പിടി. അതിനിടയ്ക്കാണ് അടുത്തത് എന്ത്, സ്ഥലം കൊടുത്തു, വീട് വെച്ചു, എക്സ്ട്രീംലി ഡൈവേർട്ട് ആയിക്കൊണ്ട് അച്ഛൻ രംഗപ്രവേശനം ചെയ്യുകയാണ് അല്ലേ? എനിക്കത് അറിയാൻ മേലാഞ്ഞ് സ്ഥലം കൊടുത്തു, വീട് വെച്ചു, കഴിഞ്ഞു പോയി. ഇതിനിടയ്ക്ക് ഇവള് കുത്തിപ്പൊക്കുന്നു, വീട് വെച്ച് തന്ന് ശരിയായില്ല എന്ന് പറഞ്ഞ് തങ്കച്ചൻ ചേട്ടൻ കൈയും കൊണ്ട് ഭിത്തിയെല്ലാം കുത്തിപ്പൊളിക്കുന്നു. ആ പുള്ളി ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളി രംഗത്ത് വരുന്നു, അടിയായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂട്യൂബ് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവർ മാത്രമേ ഉള്ളൂ, ഫിറോസ്, അച്ഛൻ,
അതേപോലെ തന്നെ രേണുസുതി, ഇവരും മാത്രമുള്ള തലങ്ങും വിലങ്ങും കണ്ടൻറ്റുകളും മാത്രം അത്രത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി മാറി, അത് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഫ്രെയിമിൽ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് പുള്ളിക്കാരിക്ക് ക്യാൻസർ. ഓക്കെ, ആ ഒരു ക്യാൻസർ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേന് ഈ പുള്ളിക്കാരി, അതായത് നമ്മുടെ രേണുവിനെ വിമർശിച്ച എല്ലാവരും തന്നെ ഒതുങ്ങി. ഞാനുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇല്ല ഇനി നമ്മൾ വീഡിയോ ചെയ്യില്ല. കാരണം ഒരു ക്യാൻസർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ജലദോഷപ്പനി പോലെയല്ല. ഇത്രയും വൃത്തികെട്ടൊരു രോഗം ഈ ഭൂമിയിൽ വേറൊന്നുമില്ല. എനിക്കൊന്നും കൊറോണ പോലും ഇല്ല. കൊറോണയ്ക്കൊക്കെ അത് വന്നു പോകുമെന്നുള്ള വന്നു, ശരി, നമ്മൾ പ്രോപ്പർ മെഡിസിൻ എടുത്താൽ പോകും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുമെന്ന് നമ്മൾ കണ്ടെത്തി, നമ്മൾ ചികിത്സിച്ചു, അങ്ങനെ ഒത്തിരി പേര് റിക്കവറായി. പക്ഷേ ക്യാൻസർ അങ്ങനെയല്ലല്ലോ. അതൊരു എന്താ പറയുക, ഇത്രയും അതിന് ഏത് വാക്ക് കൊടുത്താൽ അതിങ്ങനെ ആക്കാൻ പറയുമെന്ന് എനിക്കറിയില്ല. അത്രയും വൃത്തികെട്ടൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം. അത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചു. എന്നാൽ പോലും പുള്ളിക്കാരി അടങ്ങിയിരുന്നില്ല. അവിടെയും ചൊറിഞ്ഞിരുന്നു. അപ്പോഴെല്ലാവരും പറയുന്നുണ്ട് മോളെ നിനക്ക് ക്യാൻസർ അല്ല, നീ നടങ്ങ്, നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഇതിന്നൊക്കെ റിക്കവർ ആവട്ടെ. അപ്പോഴും ഇപ്പം പുള്ളിക്കാരി പുതിയ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്ക് റിക്കവർ ആണ്, എനിക്ക് വീണ്ടും തിരിച്ചു വരണം, ആൽബം ചെയ്യണം, റീൽസ് ചെയ്യണം, എനിക്ക് ഇനോഗ്രേഷൻ പോകണം. ശരിയാണ്, അതൊക്കെ ചെയ്യണം. കാരണം പുള്ളിക്കാരിയുടെ നിലനിൽപ്പാണ്. സാമ്പത്തികമായിട്ട് വേറെ ഒന്നും പുള്ളിക്കാരിക്ക് നിവൃത്തിയില്ല. ഇതൊക്കെ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇതൊന്നും ഞാനും മോശമാണെന്ന് പറയുന്നില്ല, ഒക്കെ എല്ലാം നല്ലത്. ഇതൊന്ന് ഒതുങ്ങി വരട്ടെ എന്ന് കരുതിയപ്പോഴാണ് പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റ്, അതിന് ചിലവായ പൈസ, ഇഞ്ചക്ഷൻ്റെ പൈസ, അങ്ങനെ തൊടാതെ പുള്ളിക്കാരി എങ്ങനെ, അതായത് വർഷം 3 ഓർത്തണം. ഈ കണ്ടിന്യൂസിറ്റി ഇങ്ങനെ ഒരാൾ ഫ്രെയിമിൽ നിൽക്കുക 3 വർഷമായിട്ട്. അപ്പോൾ പുള്ളിക്കാരിനെ ഒന്ന് സൈഡായി, പുള്ളിക്കാരി ദൈവത്തിനെയും മാതാവിനെയും വിളിച്ച് പാട്ടും പാടി പുള്ളിക്കാരി സൈഡായിട്ടൊന്ന് ഒതുങ്ങി, ഒന്ന് തീ അണഞ്ഞ് വന്നു, എല്ലാമായി. പുള്ളിക്കാരി പറയുന്നത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണണം, കാരണം എനിക്ക് നിവർത്തിയില്ല, എനിക്ക് വേറെ വരുമാനമില്ല, എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണം, എനിക്ക് ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, നമ്മളൊക്കെ അതിനെല്ലാം ഓക്കെ, കാരണം എല്ലാത്തിനും നമ്മൾ സ്വയം പുള്ളിക്കാരെ ജസ്റ്റിഫൈ ചെയ്തിങ്ങനെ കൊണ്ടുപോയി. കാരണം ക്യാൻസർ വന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോഴല്ലോ, ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ വേദനകളും മറ്റുമൊക്കെ. അപ്പോഴാണ് വീണ്ടും ഒതുങ്ങിക്കൂടിയ രേണുസുതിയെ ഞങ്ങൾ ഒതുക്കാൻ വിടില്ല എന്നും പറഞ്ഞ് വീണ്ടും ആൾക്കാർ രംഗത്ത്. അതിൽ ആദ്യം രംഗത്ത് വന്നതായിരുന്നു നമ്മുടെ പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛൻ രേണുവിനെ പറ്റി പറഞ്ഞത് എന്തായിരുന്നു? അതൊക്കെ നേരെ പ്ലേറ്റ് തിരിച്ച് അച്ഛൻ്റെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. ഞാൻ മോശം പറയുന്നില്ല, ശരി, അച്ഛൻ പറഞ്ഞിട്ട്. പക്ഷേ അച്ഛൻ പറയുന്ന വാക്കുകളിലാണ് നമുക്ക് ദഹിക്കാൻ പറ്റും. ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പോ എന്ന രീതി സപ്പോർട്ട് ചെയ്യണം. ഞാൻ രേണുവിനെ പറ്റിയിട്ട് ഇത്തിരി മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കൊച്ചിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്കത് പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ദൈവാനുഗ്രഹം ഉണ്ടാവണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, കൊച്ചു നല്ലതാണ്. ഞങ്ങളും ഇനി പഴയതും പ്രശ്നങ്ങളുമെല്ലാം ഞങ്ങൾ മറന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളും കൂടെ ഉണ്ടാവണം എന്നൊക്കെ മാന്യമായിട്ട് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനെയും സപ്പോർട്ട് ചെയ്യുമോ രേണുവിനെ സപ്പോർട്ട് ചെയ്യും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ അച്ഛനവിടെ അങ്ങനെയല്ല കാണിച്ച് പുള്ളിക്കാരൻ രേണു അങ്ങനെ അങ്ങ് ഓഫ്ലൈനിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പല കാര്യങ്ങളിലും നമ്മൾ ഈ എന്താ പറയുക റൈറ്റിലിങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പം അതിനകത്ത് എന്താ പറയുക, എന്ത് ബേസിലാണ് അച്ഛനെ ഈ 4 പേര് അറിഞ്ഞു തുടങ്ങിയത്? ഈ വസ്തു കച്ചവടത്തിൻ്റെ പേരിലാണ് അല്ലേ? അപ്പോൾ താൻ ഇനി മുന്നോട്ട് വരണം എന്നൊക്കെ അച്ഛന് സ്വയം തോന്നിക്കാണുമായിരിക്കും, അല്ലെങ്കിൽ സ്വയം അങ്ങ് വലിച്ചിഴയ്ക്കുക. പുള്ളിക്കാരൻ അങ്ങനെ വീണ്ടും പ്രശ്നം. അപ്പോൾ അവിടെ എന്തേ ഒരു സൈഡിൽ പോയ രേണുവിനെ വീണ്ടും വലിച്ചിടുകയാണ് ചെയ്തത്. രേണു ഫ്രെയിമിൽ ഇല്ലെങ്കിൽ പോലും തന്നെ ഫ്രെയിമിൽ രേണു ഇല്ലെങ്കിൽ പോലും രേണുവിനെ വലിച്ചിട്ട് അച്ഛനങ്ങ് തുടങ്ങി വെച്ചു. അച്ഛൻ്റെ ഈ പ്ലേറ്റും ദോശമറിക്കലും കണ്ടിട്ട് വെറുതെ ഇരിക്കും ആൾക്കാർ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരും അച്ഛനെതിരെ അങ്ങ് തുടങ്ങി. ഞാനുൾപ്പെടെ അച്ഛന് വീഡിയോ ചെയ്തു. അച്ഛൻ പഴയ പറഞ്ഞ വീഡിയോ ഇപ്പോൾ പറഞ്ഞ വീഡിയോയും കൂടെ ഞാൻ മിക്സപ്പ് ചെയ്തുകൊണ്ട് ഞാനും വീഡിയോ ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ദയ കിടക്കണം ഓരോ യൂട്യൂബേഴ്സും എല്ലാവരും റിയാക്ട് ചെയ്തു. നമ്മുടെ സന്ദീപും റിയാക്ട് ചെയ്തു. സന്ദീപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഒരു കഥ ചൊല്ലട്ടുമാ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനും ഒരു കഥ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് എൻ്റെ സ്വന്തം കഥയാണ്, ഇത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് 1, 2, 3 എപ്പിസോഡും കണ്ട്. മേ ബി എനിക്ക് 2 എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്, 3ാമത്തെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ കണ്ടില്ല. അപ്പോഴാണ് അടുത്ത് അറസ്റ്റ്. അച്ഛൻ എന്ത് ചെയ്യും, പുള്ളി സന്ദീപിനെ കൊണ്ടുപോയി സന്ദീപിനെതിരെ കേസ് കൊടുക്കുന്നു, അത് സന്ദീപിനെ കസ്റ്റഡിയിലെടുക്കുന്നു, ഇതാണ്. അന്നേരവും അവിടെ ഓരോരുത്തരുടെയും തമ്പനയിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഈ ചാനലിൽ പോയി അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ അവിടെ എല്ലാം ഇതിലൊന്നും പെടാത്ത രേണുവിൻ്റെ ഇങ്ങനെ എന്താ പറയുക പോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രേണുസുതി. അപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് രേണുസുതി ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് രേണുസുതിയുടെ പേര് ഇങ്ങനെ ബൾബ് പിന്നെ ഇങ്ങനെ ബൾബ് വെത്തുന്നില്ല കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ആലോചിച്ചു. ഷഫീന ബീവി ഉൾപ്പെടെ പലവരും എന്താ പറയുക നമ്മുടെ രേണുവിനെതിരെ വന്നതാണ്.
ഇപ്പോൾ സന്ദീപിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പോലീസ് സ്റ്റേഷന് പുറത്ത് പോയി. രാത്രി മുഴുവൻ വെളുപ്പം അവരെ കാറിൽ വെയിറ്റ് ചെയ്തു, വക്കീലിനെ കൊണ്ടുപോയി. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. മേ ബി സംഭവിച്ച കാര്യങ്ങളാവാം, അതാണല്ലോ അവർ പറയുന്നത്. സന്ദീപ് അത് പറയുന്നുണ്ട് ശരിയാണെന്നുള്ള കാര്യം. നമുക്കതിനെ പറ്റിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ കൊല്ലം സുധി മരിച്ച ശേഷം അവിടെ തുടങ്ങിയ വടംവലി 3 കൊല്ലമായിട്ടും ഇപ്പോഴും അത് ഇങ്ങനെ തന്നെ ഒരു ലെവലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്നെ അത്ഭുതപ്പെടുത്തി. എവിടെ തുടങ്ങി ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു, നാളെ അത് എവിടെ ചെന്ന് നിൽക്കാം. ഇനി കാരണം എന്തൊക്കെ എവിടെയൊക്കെ പോയാലും ഈ കൊല്ലസുധിയുടെയും മക്കളുടെയും രേണുവിൻ്റെയും പേര് വരും, 100% വരും. എനിക്കറിയാമെന്നിട്ട് ചോദിക്കുക, ഒരു മനുഷ്യൻ്റെ മരണം ഇത്രത്തോളം ആഘോഷിക്കുന്നത്, അതും 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷത്തോളം ഇങ്ങനെ ലൈംലൈറ്റ് നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ കേട്ടോ. ജീവിച്ചിരുന്ന ആ മനുഷ്യൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ആൾക്കാർ പറഞ്ഞിട്ടില്ല. മരിച്ച ശേഷം ഇത്രയും പറയുന്നു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ഒരു ഹൈപ്പും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വളർന്നേനെയും, അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ഉണ്ടായേനെയും, അദ്ദേഹത്തിന് സമ്പാദ്യം ഉണ്ടായേനെയും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ എന്താ പറയുക, ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു അദ്ദേഹത്തിന് അന്നൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. സത്യമല്ലേ? അന്ന് അദ്ദേഹത്തിന് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അത്രയും ഒരു ഹൈപ്പ് അന്ന് കിട്ടിയിരുന്നുവെങ്കിൽ, അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ആക്ടിങ് മേഖലയിലായിക്കോട്ടെ, മിമിക്രി മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മിനി സ്ക്രീനിലായിക്കോട്ടെ, ബിഗ് സ്ക്രീനിലായിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു സ്പേസ് അന്ന് കിട്ടിയിരുന്നെങ്കിൽ, അദ്ദേഹം വല്ലതും അന്ന് സമ്പാദിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് 3 വർഷം രേണു ഈ സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞ് ഇത്രയും ആക്ഷേപങ്ങൾ കേൾക്കാനോ, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും നെട്ടോട്ടം ഓടാനോ, അതിനു വേണ്ടിയിട്ട് ഇത്രയും നെഗറ്റിവിറ്റിയിൽ എത്തിപ്പെടാനോ ഒന്നും അവസരം ഉണ്ടാകുകയില്ലായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ ആ കിട്ടിയതോ, അദ്ദേഹത്തിൻ്റെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. 3 വർഷമായി എൻ്റെ മകനെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ചെറുമക്കൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നോർത്തിട്ട് ഒന്ന് ഓർത്തു നോക്കി ആ ഒരു അവസ്ഥ. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. ഒരു മനുഷ്യൻ്റെ മരണം ആഘോഷിച്ച, ഇത്രയും നാൾ ആഘോഷിച്ച ഒരു സംസ്ഥാനം വേറെ ഉണ്ടാകുകയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും രാജ്യമുണ്ടോ, ഏതെങ്കിലും വേറെ ഏതെങ്കിലും വെസ്റ്റേണോ കൺട്രീസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ജില്ലകളുണ്ടോ, ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അറിവിൽ കേരളവും കൊല്ലം സുധിയും മാത്രമേ ഉള്ളൂ എന്നാ. എനിക്ക് വേറെ എങ്ങനെ തേഞ്ഞിട്ട് കിട്ടുന്നില്ല. സുകുമാരക്കുറിപ്പ് പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയില്ലെന്ന്. പുള്ളിക്കാരനെ പറ്റിയിട്ട് കുറേ നാളൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ട്. എന്തിന് പറയണം, ഒരു മൂവി ഇറങ്ങിയപ്പോൾ പോലും ഒരു കൂടി വന്ന ഒരു 3 മാസമൊക്കെ വീണ്ടും ചർച്ചയിലെത്തിയായിരുന്നു അല്ലേ? അതിനുശേഷം ആരെങ്കിലും എത്രയോ ഓർത്തോ? എനിവേ, അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇത്രയും നേരം ക്ഷമിച്ച് വീഡിയോ കണ്ട് എന്താ പറയുക, ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട ആൾക്കാർക്ക് ഒരുപാട് നന്ദി. ഹൈപ്പ് ചെയ്ത് സഹായിക്കണം. തുടക്കക്കാരി എന്നല്ല, നിങ്ങളുടെ സപ്പോർട്ടിലാണ് എൻ്റെ ഓരോ ചുവടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും സപ്പോർട്ടും എല്ലാം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എത്താം. ബൈ ബൈ.